അപ്പോൾ നമ്മൾ ഇറക്കത്തിലുള്ള സ്ലിപ്പാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഇറങ്ങി പോകുമ്പോൾ സ്ലിപ്പാവാൻ ചാൻസ് ഉണ്ട്. ഇനി കയറി പോകുമ്പോൾ ഞാൻ ഇന്ന് ഇങ്ങോട്ട് കയറി പാടില്ല. അതുകൊണ്ട് ഇങ്ങനെ സ്ലിപ്പ് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ കണ്ടോ, ഇങ്ങനെ സ്ലിപ്പാവേ. നമ്മളിപ്പോൾ സ്റ്റെപ്പ് ഇറങ്ങുമ്പോഴൊക്കെ ഉണ്ടല്ലോ, ഈ മഴയത്ത് നല്ലപോലെ സ്ലിപ്പാവാൻ ചാൻസ് ഉണ്ട്. സ്റ്റെപ്പല്ല ഏത് പ്രതലമാണല്ലോ. ഇപ്പം നമ്മൾ നേരെ നടന്നാൽ പോലും രണ്ട് ഇങ്ങനെ പോവാം. അതൊക്കെ ഇങ്ങനെയോ ഇങ്ങനെ എങ്ങോട്ട് വേണമാവല്ലോ അല്ലേ? അതെ. അപ്പോൾ ഇത്തരം ഒരു സ്ലിപ്പ് ഉണ്ടാകുമ്പോൾ രണ്ട് ഇങ്ങനെ നടക്കരുത്, സ്റ്റൈലും പിടിച്ച്. ഇത് മുമ്പോട്ട് വീണാൽ ഈ കൈ പോക്കറ്റിൽ നിന്ന് ഇങ്ങനെ വീണോണ്ടിരിക്കുമ്പോൾ ഈ കൈ ഇങ്ങനെ പോക്കറ്റിൽ ഊരി വന്ന് കുത്താനുള്ള സമയം കിട്ടത്തില്ല. മനസ്സിലായി? അതുകൊണ്ട് പുറകെ കൈ കിട്ടിയാൽ പോലും ഇത്രയും കറക്കി വരാൻ സമയം കിട്ടത്തില്ല. അതുകൊണ്ട് നമ്മളെപ്പോഴും ഈ മഴയാണ് സീസൺ. മണ്ടയ്ക്കാണ് ഇതുണ്ട് ഞാൻ കറക്റ്റ് കണ്ടോ. ഇതുപോലെ വളരെ ഈസി ആയിട്ട് നമുക്ക് കയറാൻ പറ്റും. പക്ഷെ നമ്മൾ ചിലപ്പോൾ അറിയാതെ തണുപ്പ് കൊണ്ടാവാം, കൈ തണുക്കുന്നതുകൊണ്ടൊക്കെ ചിലപ്പോൾ ചിലത് പോക്കറ്റിലങ്ങ് ഇടും. പോക്കറ്റിൽ ഇട്ട് കഴിഞ്ഞാൽ ഈ കൈ പോക്കറ്റിലുണ്ടെന്നുള്ള ഒരു സ്റ്റൈൽ നടപ്പ് ഇങ്ങനെയല്ല. അത് വളരെ ശ്രദ്ധിച്ച് അങ്ങനെ നടക്കുന്നവരുണ്ട്. പക്ഷെ നമ്മളെന്ത് ചെയ്യും, കൈ പോക്കറ്റ് ഇട്ടത് അത്രയും ശ്രദ്ധിക്കുന്നില്ലല്ലോ, തണുത്തതോ ഇല്ല നമ്മൾ ശ്രദ്ധിക്കത്തില്ല. എന്നിട്ട് പോക്കറ്റ് ഇടാത്ത പോലെ നടക്കുകയും ചെയ്യും. അപ്പോഴാണെങ്കിൽ കൂടുതലായിട്ട് നമ്മൾ ഈ കളി കളിക്കും. മനസ്സിലായോ? നമ്മൾ ശ്രദ്ധിക്കുന്നില്ല ഇവിടെ. അവസാനം പോക്കറ്റ് നല്ല തണുപ്പുണ്ടായി എപ്പോഴും തണുപ്പുള്ള സ്ഥലത്താണ് അവരങ്ങനെ നടന്നത്. നമുക്ക് ശീലമാണ്. പോക്കറ്റ് കയറ്റൊന്നും നടന്നാൽ വീഴണമെന്നില്ല. പക്ഷെ ഇതറിയാതെ പോയാൽ പിന്നെ പ്രത്യേകിച്ച് സ്ലോപ്പ്, സ്ലിപ്പറി, ഈ മഴ, സ്റ്റെയർ കേസ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് ശരിക്കും പറഞ്ഞാൽ ഒരിക്കലും പോക്കറ്റ് കയറ്റും. ഡ്രൈ ആണ് ഇപ്പോൾ നടക്കാൻ കൊള്ളുന്നുണ്ട്. ഈ സ്റ്റെയർ ഒക്കെ ഇറങ്ങുമ്പോൾ പോക്കറ്റ് കയറ്റും. അതാ തണുപ്പിൻ്റെയാണ്. പക്ഷെ പുള്ളി അറിഞ്ഞിട്ടില്ല തണുത്തുകൊണ്ട് അയാൾ പോക്കറ്റ് ഇട്ടേക്കുന്നത്. അപ്പോൾ ഈ ഇങ്ങനെ നമ്മൾ എന്താ പറയുക, ഈ സമയത്ത് പ്രത്യേകിച്ച് കൈ പുറത്തേ ഇടാവൂ. അതുപോലെ തന്നെ പിന്നൊരു കാര്യം, എല്ലാ വീഡിയോയിലും ഇനി കൃത്യമായിട്ട് റിവൈൻഡ് ചെയ്യേണ്ട ഒരു വിഷയമുണ്ട്. വിറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ടോ എന്ന് എല്ലാവരും ഒന്ന് പോയി ചെക്ക് ചെയ്തോ. എനിക്ക് വിറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ടായിട്ട് ഡിപ്രഷൻ, ആങ്സൈറ്റി ഒക്കെ സാധനം വന്നു. അത് കാരണം കുറച്ചാളായിട്ട് ഇപ്പോൾ വീഡിയോയുടെ എണ്ണം കുറഞ്ഞു, ക്ഷീണിച്ചു. ഇതെന്തുവാന്ന് മനസ്സിലായില്ല. എൻ്റെ വിറ്റമിൻ ഡി ചെക്ക് ചെയ്തപ്പോൾ 8 എടുത്തല്ലേ, വളരെ കുറവാണ്. അതായത് ഡെഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലൊക്കെ ഒരു പരിവായാലും ഇപ്പോൾ ചെക്ക് ചെയ്യണം അല്ലേ. അങ്ങനെ നമ്മൾ ശ്രദ്ധിക്കാത്തൊരു സാധനം ഇത്. പക്ഷെ നമുക്ക് ക്ഷീണമൊക്കെ വരും, ഉറക്കം കുറയും. എന്നാൽ എന്തിനാ നമ്മൾ ഈ ഒറ്റപ്പെടുന്നതെന്ന് അറിയത്തില്ല. അതുപോലെ തന്നെ ആൻസൈറ്റി കൂടും എന്തിനു കേട്ട് കഴിഞ്ഞാൽ. അപ്പോൾ അങ്ങനത്തെ സാധനം വന്നപ്പോൾ ഇതെന്തോ വട്ടായവാണോ എന്നൊക്കെ തോന്നും. പക്ഷെ അത്രയ്ക്ക് സിവിയറായിട്ടൊന്നും വരത്തില്ല കേട്ടോ. അതായത് നമ്മളിങ്ങനെ വിഷമിച്ചെന്നിരിക്കത്തൊന്നുമില്ല. പുറത്തിറങ്ങി നടക്കുകയൊക്കെ ചെയ്യുന്നുണ്ടാവും. പക്ഷേ ഒരു പൊതുവെ ഒരു അകൽച്ച, അങ്ങനത്തെ സാധനങ്ങളുണ്ടാവും. ആക്റ്റീവായിട്ട് നിൽക്കുന്നവൻ കുറയും. മനസ്സിലായോ? നമ്മൾ ഹൈപ്പറായിട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് ചെറിയ ആക്ടിവിറ്റി കുറഞ്ഞാലും ശ്രദ്ധിക്കത്തില്ല. ഇപ്പം ഞാനൊന്നും ഒട്ടും ശ്രദ്ധിക്കുന്നില്ല ഇത് എന്താ നടക്കുന്നതെന്ന്. എനിക്ക് ഉറക്കമില്ലെങ്കിൽ ഇല്ല എന്നുള്ള രീതിയിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു ടൈപ്പാണ്. നേരത്തെ ഇല്ല, കുറവാണ്. പക്ഷെ ഇതിൻ്റെ കൊണ്ട് വന്നപ്പോൾ അത് മാറുന്നില്ല. മറ്റേതൊക്കെ നമുക്കൊരു 3 ദിവസം ഉറങ്ങായിരുന്നു കഴിഞ്ഞാൽ പിന്നെ അത് ഉറക്കം ശരിയായി. ഇതങ്ങനെയല്ല. 6 മാസം 7 മാസമായിട്ട് ഒരേ പാറ്റേൺ. വേറെന്തോ സംഭവിച്ച പോലെ അത് എന്തോ നടക്കുന്നത്. എന്നിട്ട് എല്ലാവരും നമ്മൾ പറയും ഒരു ഉറക്കമില്ല, അതില്ല എന്നൊക്കെ. അതുകൊണ്ട് അതൊന്നും ആലോചിക്കണ്ട. എപ്പോഴും വിറ്റമിൻ ഡി ഒരു 6 മാസത്തിൽ ഒരിക്കൽ ചെക്ക് ചെയ്തോ, അല്ലെങ്കിൽ പണിയാണ് മതി.